നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൃഹകേന്ദ്രീകൃത ജീവിതാന്ത്യ സമഗ്ര പരിചരണം ആവശ്യമുള്ളവർക്കെല്ലാം നൽകാൻ കഴിയണമെന്ന് ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവിതാന്ത്യ പരിചരണം മാറുന്ന കാലഘട്ടത്തിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാവശ്യമായ ആശുപത്രിവാസം ഒഴിവാക്കി കഠിനമായ വേദനയിൽ നിന്നും മോചനം നേടി ബന്ധുക്കളുടെ സാമീപ്യത്തിൽ ഈ ലോകത്തിൽ നിന്നും വിട പറയാനുള്ള സാഹചര്യം ലഭിക്കുകയെന്നത് ഓരോ വ്യക്തിയുടെയും അവകാശമാണെന്നും അതിനായി സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണ മിനി ഹാളിൽ ചേർന്ന ബോധവൽക്കരണ ക്ലാസിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. സേവനങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നൽകാൻ സെന്ററിനു സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സമാജം പ്രസിഡന്റ് OK ഹർഷകുമാർ, നഗരസഭാ കൗൺസിലർമാരായ സുമേഷ്, ശാലിനി വെങ്കിടേഷ്, രശ്മി ബാബു, എറിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസാദിനി മോഹൻ, TK സുരേന്ദ്രൻ മാസ്റ്റർ, TG ശശീന്ദ്രൻ, SAPC പ്രതിനിധി മേഘ്ന എന്നിവർ സംസാരിച്ചു. സെന്ററിൽ നിന്നുള്ള പരിചരണം ലഭിച്ചവരിൽ വാഹനാപകടത്തെ തുടർന്ന് ഓർമ്മയും സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ട അമൽ ബാബു, ദീർഘകാലത്തെ ആശുപത്രിവാസത്തിന് ശേഷം ആൽഫയിൽ വന്ന ശേഷം തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും അമ്മയുടെ അവസാന നാളുകളിൽ ലഭിച്ച പരിചരണത്തെക്കുറിച്ച് കുമാരിയും ഉമ്മയ്ക്ക് ലഭിച്ച പരിചരണത്തെക്കുറിച്ച് ഷൈജയും വിശദീകരിച്ചത് സദസ്സ് വൈകാരികമായി തന്നെയാണ് ശ്രവിച്ചത്. സ്റ്റാഫ് അംഗങ്ങളും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി EV രമേശൻ സ്വാഗതവും ട്രഷറർ CS തിലകൻ നന്ദിയും പറഞ്ഞു. ആൽഫ മാള സെന്ററിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലത്തിൽ ചാപ്റ്റർ രൂപീകരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡുകളിൽ നടന്ന യോഗങ്ങളിൽ നിന്ന് 8 ചാപ്റ്ററുകൾ രൂപീകരിക്കുകയും 75 സന്നദ്ധ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സെന്റർ ഭാരവാഹികളായ AA അഷ്റഫ്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ എന്നിവർ ചേർന്ന് ചാപ്റ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ആൽഫ ട്രഷറർ ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി ലിസി ജോണി, സീനിയർ നഴ്സിംഗ് ഇൻചാർജ് ജിൽസ മധു, സെന്റർ കോർഡിനേറ്റർ ലൈജി സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽഫ തിരുവല്ല സെന്റർ വൈസ് പ്രസിഡന്റ് കലയുടെ മാതാവ് കൊടിയാട്ടി രോഹിണിയിൽ VV സുകുമാരപിള്ളയുടെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക PK ദേവകിയമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരാഴ്ച മുൻപ് നടന്ന തിരുവല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് ആൽഫയിൽ നിന്ന് ലഭിക്കുന്ന സേവനത്തിന്റെ മഹത്വം വിവരിച്ചത് സദസ്സിന്റെ ആകെ ശ്രദ്ധ നേടിയിരുന്നു. ശേഷം സദസ്സിന്റെ ഒന്നാകെയുള്ള അഭ്യർത്ഥന മാനിച്ചാണ് അവർ വൈസ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തത്. ആൽഫ കൽപ്പറ്റ സെന്റർ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം നടത്തി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, വയനാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ സക്കീർ VP എന്നിവർ പങ്കെടുത്തു. ഹോം കെയറും ഫിസിയോതെറാപ്പി കെയറും ഉൾപ്പെടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. കൂടുതൽ രോഗികളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ നടത്താനും യോഗം തീരുമാനിച്ചു. സെന്ററിന്റെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി പരിചരണത്തിലിരിക്കുന്ന 7 പേർ സ്വന്തം ജോലികൾ ചെയ്യാവുന്ന നിലയിൽ എത്തിയെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് റിഷാന നസ്രിൻ യോഗത്തെ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.